എന്താണ് സെൽഫ് അറ്റൻഷൻ? ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു സെൻറ്റൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ചാറ്റ് ജിപിടിയിലേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കുകയാണ്, ദ ക്യാറ്റ്. സോ ദ ക്യാറ്റ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം നമ്മുടെ എ ഐ മോഡൽ, അതേപോലെ ട്രാൻസ്ഫോമേഴ്സ് മോഡൽ, ചാറ്റ് ജിപിടി എന്ന് പറയുന്നത് എന്താ, ജനറേറ്റീവ് പ്രീ ട്രെയിൻ ട്രാൻസ്ഫോമേഴ്സ്. അപ്പോൾ ഇതിൽ ട്രാൻസ്ഫോമേഴ്സിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ് അറ്റൻഷൻ ബ്ലോക്ക് എന്ന് പറയുന്നത്, അഥവാ സെൽഫ് അറ്റൻഷൻ ബ്ലോക്ക് എന്ന് പറയും. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസ് കൊടുക്കുകയാണ്. അപ്പോൾ ദ ക്യാറ്റ്, ഇതിൽ 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ക്വയറി, ദെൻ കീ, ദെൻ വാല്യൂ. ഈ 3 വെക്റ്റേഴ്സുകളും കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെൽഫ് അറ്റൻഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഫോർ എക്സാമ്പിൾ, ക്യാറ്റാണ് നമ്മുടെ ടോക്കൺ എന്ന് കരുതാം. അപ്പോൾ ഇതിൻ്റെ ക്വയറി എന്താണ്? നമ്മൾ ഏതിലാണ് ഫോക്കസ് ചെയ്യുന്നത്? ക്യാറ്റിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോക്കസ്. സോ ഇതാണ് ക്വയറി. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് ഒരു ക്വയറി വെക്ടർ ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ദ, പിന്നെ ഉള്ളത് ദ ആണ്. ദ എന്താണ് ചെയ്യുന്നത്? ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാറ്റുമായിട്ട് ദക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ക്യാറ്റും ദയും തമ്മിൽ എന്താണ് റിലേഷൻഷിപ്പ് ഉള്ളത്? ഓർ വാട്ട് ദ ക്യാൻ പ്രൊവൈഡ് ടു ക്യാറ്റ്. അപ്പോൾ അതാണ് കീ എന്ന് പറയുന്നത്. ഇപ്പം ക്യാറ്റും ഫുഡും ആണെങ്കിൽ ഫുഡും എന്താണ് ക്യാറ്റിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ക്യാറ്റും ഫുഡും തമ്മിൽ എന്താണ് റിലേഷൻഷിപ്പ് ഉള്ളത്? ഇതാണ് കീ എന്ന് പറയുന്നത്. സോ വാട്ട് ഇറ്റ് ക്യാൻ പ്രൊവൈഡ് ടു ദ ക്വയറി. ദെൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഔട്ട്പുട്ട്, ഇത് വെച്ചിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട്, അത് എത്രത്തോളം ഈ വാല്യൂ എന്ന് പറയുന്ന ഈ വെക്ടറുമായിട്ട് നമുക്ക് റിലേറ്റഡ് ആണ്, അഥവാ ആക്ച്വൽ മീനിങ് എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ആക്ച്വൽ മീനിങ്. ഇപ്പോൾ ക്യാറ്റ് എന്താണ് മീൻ ചെയ്യുന്നത്, ദ എന്താണ് മീൻ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ആക്ച്വൽ മീനിങ്. പക്ഷെ അതിൽ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ക്വയറിക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. സോ ആക്ച്വൽ മീനിങ് എന്ന് പറയാം. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ വരുന്നത് സോഫ്റ്റ് മാക്സ് ക്യൂ കെ ട്രാൻസ്പോസ് ഡിവൈഡഡ് ബൈ റൂട്ട് ഡി കെ ഡോട്ട് വി. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോഡലിൻ്റെ ഡയമെൻഷനാണ്. സാധാരണ അത് വലിയ ഡയമെൻഷൻ ഉണ്ടാവുക 1024 അല്ലെങ്കിൽ 4096 സെറ്റ് ചെയ്യുക. ക്വയറി അറിയാം, കീ അറിയാം. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സ് ട്രാൻസ്പോസ് ആണ്. എന്താണ് സോഫ്റ്റ് മാക്സ് നോക്കാം. സോഫ്റ്റ് മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ ഒരു മെട്രിക്സ് ഉണ്ട് എ, ഫോർ എക്സാമ്പിൾ 1 2. ഇതൊരു 2x1 മെട്രിക്സ് ആണ്, 2 റോ 1 കോളം. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ് മാക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതുക. സിമിലർ തന്നെയാണ്, 2x1 തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ വാല്യൂ വരിക e1 ഡിവൈഡഡ് ബൈ e1 പ്ലസ് e2, അതുപോലെ e2 ഡിവൈഡഡ് ബൈ e1 പ്ലസ് e2. അപ്പോൾ വാല്യൂ ബിക്കം ലൈക്ക് 0 to 1 എന്നുള്ള ഒരു വാല്യൂവിൽ അണ്ടറിൽ ഇത് ക്രിയേറ്റ് ചെയ്യും. ഇതാണ് സോഫ്റ്റ് മാക്സ്. ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്നാണ് നമ്മൾ പറയുക സോഫ്റ്റ് മാക്സിന്. അപ്പോൾ ആ ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സോഫ്റ്റ് മാക്സ് എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് 0 to 1 അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു മെട്രിക്സ് ആയിരിക്കും, ടെൻസേഴ്സ് ആയിരിക്കും, എൻ ഡയമെൻഷണൽ മെട്രിക്സ്. ആൻഡ് ഇതാണ് സെൽഫ് അറ്റൻഷൻ എന്ന് പറയുന്നത്. സോ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് അറ്റൻഷൻ നോക്കുന്നത് ഓരോ ക്വയറിക്കും ഓരോ കീ, അതുപോലെ ഓരോ വാല്യൂ ഉണ്ടാവും. ഇപ്പോൾ ഒരു വലിയൊരു സെൻറ്റൻസ് ആണെങ്കിൽ ഓരോ ടോക്കണും അതിൻ്റേതായിട്ടുള്ള കീയും വാല്യൂ ഉണ്ടാവും. നമ്മൾ ക്വയറി പോയിട്ട് ഈ പറഞ്ഞ ഓരോ ടോക്കണിനടുത്തും പോയിട്ട് ചോദിക്കും, ഞാനും നിങ്ങളും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ് ഉണ്ട്, പിന്നെ അതിൻ്റെ റിയൽ ആയിട്ടുള്ള മീനിങ്ങും അതെന്താണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വെൻറ്റ് ടു പാരീസ് ആണെങ്കിൽ ഓരോ വേർഡിൻ്റെ ഇൻഡിവിജ്വൽ മീനിങ് ആണ് ആക്ച്വലി വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഏതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ പാരീസും വെൻറ്റും തമ്മിൽ, പാരീസ് നമ്മുടെ ക്വയറി ആണെങ്കിൽ വെൻറ്റ് പാരീസിന് എന്ത് കൊടുക്കാൻ പറ്റും, അഥവാ വെൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ടോക്കൺ, ആ ടോക്കണും പാരീസും തമ്മിൽ എന്താണ് റിലേഷൻഷിപ്പ് ഉള്ളത്, വാട്ട് ഇറ്റ് ക്യാൻ പ്രൊവൈഡ്. അപ്പോൾ അതാണ് ആക്ച്വലി കീ എന്ന് പറയുന്നത്. വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ മീനിങ് ആണ്. ഓക്കെ, ഇതാണ് ബേസിക്കലി കൺസെപ്റ്റ്. ഇൻ ജനറൽ ഒരു സ്മോളർ വേർഡിൽ പറയുകയാണെങ്കിൽ, സ്മോളർ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ, സെൽഫ് അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് വേർഡ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്.
ഇപ്പോൾ ഐ വെൻ ടു പാരീസ് ആണെങ്കിൽ അതിൽ ഇമ്പോർട്ടൻറ്റ് വേർഡ് ഏതാണെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ക്വയറി ചെയ്തുകൊണ്ടേയിരിക്കും ഓരോ ടോക്കണിലും, എന്നിട്ടാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യും. ക്യൂ കെ ട്രാൻസ്പോസ് ഡിവൈഡ് ബൈ റൂട്ടിക്ക് ഡോട്ട് വി എന്ന് പറയുന്നത്. ഇപ്പോൾ ദ ക്യാറ്റിൻ്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വയറി ക്യാറ്റും കീ ദായും ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ വരിക ഏകദേശം സോഫ്റ്റ് മാക്സ് ക്യൂ ക്യാറ്റ് കെ ദ ഡിവൈഡ് ബൈ റൂട്ട് ഡി കെ ഡോട്ട് വി ആണ്. ഇതൊരു ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഇത് തമ്മിലുള്ള സിമിലാരിറ്റി അതാണ് നമ്മൾ നോക്കുന്നത്. ക്യൂ ഡോട്ട് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്യൂ മൾട്ടിപ്ലൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് കെ കോസ് തീറ്റ. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ്. ഇത് ഈ മുഴുവനായിട്ടുള്ള വാല്യൂ ഇതിൻ്റെ കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ടെൻഷൻ കിട്ടുക. അപ്പോൾ ഡോട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഇക്വേഷൻ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതാണ് സെൽഫ് അറ്റൻഷൻ്റെ ഒരു കൺസെപ്റ്റ്.